കോമഡി സിനിമകൾ മാത്രം ചെയ്തിരുന്ന സംവിധായകൻ വിവേക് ആത്രയ മാസ് ആക്ഷൻ സിനിമ ചെയ്യുമ്പോഴേക്കും എങ്ങനെയായിരിക്കും എന്നുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടിയാണ് സരിപോത ശനിവാരം എന്ന ചിത്രം. നാനി പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ എസ്.ജെ. സൂര്യ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നു. പ്രിയങ്ക മോഹൻ നായികയായി എത്തുന്നു. സ്വാഭാവികമായും ഈ സിനിമയുടെ ട്രെയിലറും ടീസറും പാട്ടുമൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയായിരിക്കും ഈ സിനിമ എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഡെഫിനിഷൻ എന്തായാലും ഈ ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം മനസ്സിലായി കാണും. അതുതന്നെയാണ് സിനിമയിൽ ഒരു 2 മണിക്കൂർ 50 മിനിറ്റ് ഡ്യൂറേഷനിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്നാൽ മാസ് സിനിമകളെ സംബന്ധിച്ചിടത്തോളം എടുത്തു സൂചിപ്പിക്കേണ്ടത് ഒരു കഥയില്ലായ്മ, എന്തെങ്കിലും ഒരു അടിയും പാട്ടും കുറച്ച് നായകൻ്റെ ഒരു ഗംഭീരമായ സ്ലോ മോഷൻസും വില്ലനിസവും കാണിച്ചു കഴിഞ്ഞാൽ ഒരു മാസ് സിനിമ നിങ്ങൾക്ക് മുന്നിൽ കിട്ടും എന്നുള്ള കുറച്ച് വർഷങ്ങളായുള്ള സംവിധായകരുടെ തെറ്റിദ്ധാരണ പൊളിച്ചു നീക്കുകയാണ് സംവിധായകൻ വിവേക് ആത്രയ. ഗംഭീരമായ തിരക്കഥയിൽ പണ്ടത്തെ അതേ ടെംപ്ലേറ്റിൽ പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ 2 മണിക്കൂർ 50 മിനിറ്റ് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന സംവിധായകൻ്റെ ക്ലെവർനെസ് കാണാതെ പോകരുത്. നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ് പരിവേഷത്തിൽ ചിത്രത്തിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് അത് കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ തിരക്കഥ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഫാക്ടർ. ആദ്യത്തെ 20 മിനിറ്റ് നാനിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച പയ്യനും അമ്മയായ അഭിരാമിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എത്രമാത്രമുണ്ടോ അത് പ്രേക്ഷകർക്ക് കിടിലമായി കിട്ടുന്നുമുണ്ട്. ആദ്യത്തെ 20 മിനിറ്റും അതേ കഥയിൽ തന്നെ തുടരുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷമുള്ള 2.5 മണിക്കൂർ എന്തുകൊണ്ട് നാനി ഇങ്ങനെ പെരുമാറുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഡെഫിനിഷൻ നൽകുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു കുഴപ്പമില്ലാതെ 2.5 മണിക്കൂർ യാതൊരുവിധ പരാതിയുമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഫാക്ടറായിട്ട് മാറുന്നുമുണ്ട്. ആദ്യത്തെ 20 മിനിറ്റ് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എത്രമാത്രമാണ് ആ സിനിമ പ്രേക്ഷകരിലേക്ക് എന്തുകൊണ്ടാണ് നായകൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എത്രമാത്രം പാലിക്കപ്പെടണം എന്നത് സംബന്ധിച്ചും ഒരു ക്ലിയർ കട്ട് സ്ക്രീൻ പ്ലേ സിനിമ സമ്മാനിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് KGF-ലൊക്കെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേ ടെംപ്ലേറ്റ് തന്നെ ഫോളോ ചെയ്തെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് കണ്ട സിനിമകളിലൊക്കെ ടെംപ്ലേറ്റുകൾ ഈ സിനിമയിലുമുണ്ട്. എന്നാൽ അതിൽ വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ സിനിമ മാറുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ തിരക്കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഫാക്ടറായിട്ട് അനുഭവപ്പെടുന്നത്. പെർഫോമൻസ് വൈസിലേക്ക് വരികയാണെങ്കിൽ എസ്.ജെ. സൂര്യ കഴിഞ്ഞ സിനിമകളിലെ പോലെ തന്നെ തൻ്റെ സിനിമയാക്കി മാറ്റാൻ ഈ സിനിമയിലൂടെ വീണ്ടും ശ്രമിച്ചിട്ടുണ്ട്. നാനി പല സമയങ്ങളിലും എസ്.ജെ. സൂര്യയെക്കാൾ മേലെ സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വിജയിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. എസ്.ജെ. സൂര്യ തന്നെയാണ് സിനിമ സ്കോർ ചെയ്തും ഹൈ ആയി കൊണ്ടുപോയതും എന്നുള്ളത് എടുത്തു പറയേണ്ടി. ഒരു വില്ലനിഷ് പോലീസ് ഓഫീസറായി പല വൺ മാൻ ഷോ സീനുകളൊക്കെ അദ്ദേഹത്തിന് സംവിധായകൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമാക്കി തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അദ്ദേഹം അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പ്രിയങ്ക മോഹൻ നായികയായി എത്തുന്നു. നാനിയും പ്രിയങ്ക മോഹൻ തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളൊക്കെ അസലായി വർക്കൗട്ടായി. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ തന്നെ അത് ബിൽഡപ്പ് ആവുന്ന രീതിയുമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ ടെംപ്ലേറ്റുകളാണെങ്കിൽ പോലും കണ്ടിരിക്കാൻ രസമുള്ളതായിട്ട് തോന്നി. സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 2-3 ആക്ഷൻ രംഗങ്ങളുണ്ട്. അത് ഇൻ്റർവൽ ബ്ലോക്കിൽ വരുന്ന ഒന്നും സെക്കൻഡ് ഹാഫിൽ വരുന്ന വീട്ടിനകത്തുള്ള ഒരു ഇരുട്ടത്ത് രാത്രിയുള്ള ഒരു ഫൈറ്റ് സീനുമാണ്. ഇത് രണ്ടും ഗംഭീര അനുഭവം തന്നെയായിരുന്നു. ഈ സിനിമയിൽ ഉടനീളം തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആൻഡ് BGM വർക്ക് എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു മാസ് ആക്ഷൻ സിനിമകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ജെയ്ക്സ് ബിജോയ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ മാസ് BGMകളൊക്കെ തന്നെ നമ്മൾ മലയാള സിനിമയിൽ എടുത്ത് നോക്കിയാൽ പോലും അണ്ടർ റേറ്റഡ് ആണ്. അതിലേറ്റവും എൻ്റെ ഫേവറേറ്റ് ഒന്ന് കൽക്കിയാണ്. അതിലൊക്കെ തന്നെ ആ സമയത്തൊക്കെ തന്നെ സിനിമയിൽ അദ്ദേഹം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് മാസ് സിനിമകളിൽ അദ്ദേഹം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഗംഭീരമാണ്. അത് ഈ സിനിമയിലും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കഥാപരമായി വലിയ വോ ഫാക്ടറൊന്നും സിനിമ സമ്മാനിക്കുന്നില്ലെങ്കിൽ പോലും ഇതിനകത്ത് പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്നത് തിരക്കഥ തന്നെയാണ്. ആ തിരക്കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. എഡിറ്റിംഗ് കാർത്തികേയ ശ്രീനിവാസിൻ്റെയാണ് എഡിറ്റിംഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലത്തുള്ള ഫൈറ്റ് രംഗങ്ങളിൽ എഡിറ്റിംഗ് സീക്വൻസസും ഗംഭീരമായി വർക്കൗട്ടായി. ജംപ് കട്ട്സ് ഒന്നും ഫീൽ ചെയ്യാതെ ആ ഒരു എഡിറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ഫൈറ്റാണ്. ആ ഫൈറ്റിലുടനീളം തന്നെ പ്രേക്ഷകനെ കണ്ണിമ ചിമ്മാതെ പിടിച്ചെടുത്താനുള്ള എഡിറ്റിങ്ങിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ സിനിമയിൽ ഏക ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഡ്യൂറേഷൻ തന്നെയാണ്. 2 മണിക്കൂർ 50 മിനിറ്റാണ് ഡ്യൂറേഷൻ. പ്രത്യേകിച്ച് ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി പോകാമെന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വലിയ സിനിമയായിട്ട് അനുഭവപ്പെടാം. എന്നാൽ സിനിമയെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് മാസ് സിനിമകളൊക്കെ വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ 2 മണിക്കൂർ 50 മിനിറ്റ് അവർക്ക് കടന്നു പോയത് പോലും ഫീൽ ചെയ്യിക്കാത്ത തരത്തിൽ ഒരു ഗംഭീരമായ ക്ലീൻലി റിട്ടൺ സ്ക്രീൻ പ്ലേ ആയി വിവേക് ആത്രയ പ്രേക്ഷകർക്ക് മുന്നിൽ സരിപോത ശനിവാരം എന്ന സിനിമയിലൂടെ എത്തുന്നുണ്ട്. സോ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ മികച്ച തിയേറ്ററിൽ തന്നെ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.